കൊച്ചിയിൽ കാര്യമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളക്കെട്ടിന് നടുവിൽ നിന്ന് YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, കൊച്ചി നഗരത്തിലെ സ്ഥിതി എന്താണ്? നഗരത്തിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ്. മഴയ്ക്കിപ്പോൾ നേരെ ശമനമുണ്ടെങ്കിലും ഇന്ന് 2 മണിക്കൂർ രാവിലെ പെയ്ത മഴയിലാണ് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റേഡിയം റോഡിലാണ്. സ്റ്റേഡിയം റോഡ് പൂർണ്ണമായും വെള്ളത്തിലാകുന്ന സാഹചര്യമാണ്. ഈ വാഹനമൊക്കെ ഏതാണ്ട് ഇപ്പോൾ പകുതിയോളം മുങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഈ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നു എന്നുള്ള പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രശ്നവും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ചേട്ടാ, ഭയങ്കര പ്രശ്നമല്ലേ ഇത്? ഭയങ്കര പ്രശ്നം തന്നെ. ഒരു മഴ പെയ്താൽ ശരി വെള്ളം, കട മൊത്തം വെള്ളത്തിലായി. കഴിഞ്ഞ വട്ടം ഇങ്ങനെയാണോ സംഭവിച്ചിട്ടുണ്ട്? എല്ലാ വർഷവും ഇത് അതിനാണ് പറഞ്ഞത്, രാവിലെ സ്കൂളിൽ പോകാനായിട്ട് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു, ഓഫീസിൽ പോകാനായിട്ട് കൂടുതൽ ആളുകളൊക്കെ എത്തുന്ന സമയത്തൊക്കെ ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു നിലയിലാണ്. നമ്മൾ പല ഭാഗത്ത് കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥയുള്ളത്. ഇപ്പോൾ രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം കാണുന്നത് പോലെ തന്നെ വെള്ളക്കെട്ടായതുകൊണ്ട് തന്നെ യൂബർ ടാക്സി വിളിച്ചിട്ടുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഈ സ്ത്രീകളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ അവർക്ക് കൃത്യമായിട്ട് എത്തുവാനായിട്ട് കഴിയുന്നില്ല. യൂബർ ടാക്സി വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ടിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നതാണ് പറഞ്ഞത്. ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. ഈ എറണാകുളത്തെ താമരശ്ശേരി റോഡാണ്. ഇവിടെ നല്ല വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.